നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനോദും ഇഷിതയും മഹേഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനോദ് പറഞ്ഞു, അയാൾ എങ്ങോട്ടേലും മുങ്ങിയതാവാനാണ് ചാൻസ് കൈലാസ് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്, ചിലപ്പോൾ വീട്ടിലേക്ക് വരാൻ മടിയായതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഇഷിത പറഞ്ഞു, എല്ലാവരെയും ഫേസ് ചെയ്യണ്ടേ, അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അയാൾക്ക് കാണുമെന്ന് പറയണം. ആ സമയം വിനോദ് പറഞ്ഞു, അയാൾ എവിടെ പോയി ഒളിച്ചാലും അയാളെ നമ്മൾ പൊക്കിക്കൊണ്ട് വരുമെന്ന് പറയണം. മഹേഷ് അല്ല, അയാളെ ജാമ്യത്തിൽ ഇറക്കിയത് ആരാന്നറിയാവോ എന്ന് വിനോദിനോട് ചോദിച്ചു കഴിയുമ്പോഴത്തേനും വിനോദ് പറഞ്ഞു, അത് സേവ്യർ എന്ന് പറഞ്ഞ ഒരാളാന്ന് പറയണം. അയാളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. മിക്കവാറും ദേ കൈലാസ് പോലീസ് സ്റ്റേഷൻ എത്തിയത് മുതൽ SI ജോർജ് ഉണ്ടല്ലോ, ആകാശിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആകാശായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയണം. മഹേഷ് പറഞ്ഞു, എനിക്കും ആ കാര്യത്തിൽ സംശയമില്ലായില്ല. SI ജോർജ് ആകാശിൻ്റെ സ്വന്തം ആളാണല്ലോ, അതുകൊണ്ട് ചിലപ്പം അതുവഴിയായിരിക്കും അവൻ പുറത്തിറങ്ങിയിരിക്കുന്നു പറയണം. ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആകാശ് പറഞ്ഞു, ഏത് നിമിഷവും എന്തും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം അവൻ കൊല്ലപ്പെട്ടെന്നുള്ള വാർത്തയായിരിക്കും നമ്മൾ അറിയാൻ പോകുന്ന കൈലാസ്. ശത്രുക്കളുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും എന്നൊക്കെ പറയണം. ഇതേ ഏട്ടത്തെ ഒന്ന് സൂക്ഷിക്കണം, അതാ എനിക്ക് പറയാനുള്ളതെന്ന് പറയണം. അതിനുശേഷം വിനോദം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇഷിതയും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്, വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയിൽ മഞ്ജുമ ഇരുന്ന് പൊട്ടിക്കരയാണ്. മഞ്ജുമയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മഞ്ജുമ സ്വപ്നയിലോട് പറഞ്ഞു, എന്നാലും എൻ്റെ കൈലാസേണ്ണ ഇല്ലാതാക്കാനായിട്ട് അവൾക്ക് എങ്ങനെ തോന്നി? എൻ്റെ താലിച്ചെറുടെ അറ്റുപോയില്ലേ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാമേ, ഞാൻ ഇനി എന്ത് പ്രതീക്ഷയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ, അവൾക്ക് എങ്ങനെ ക്രൂരത ചെയ്യാൻ തോന്നി? എൻ്റെ മഹേഷനെ എൻ്റെ കൈലാസേനെ കൊല്ലാതെ അവൾക്ക് തന്നുകൂടായിരുന്നോ? എന്നാലും അതിന് മാത്രം എന്ത് തെറ്റാമേ അവളോട് ചെയ്തേ? എൻ്റെ കൈലാസേൻ്റെ കൊന്നു കായലും മുക്കില്ല അവള് എന്നൊക്കെ പറയാണ്. ഈ സമയം സ്വപ്നയിൽ എറിഞ്ഞു, മോളെ മഞ്ജുമേ, നീ ഇങ്ങനെയൊന്നും പറയരുതേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് പറയണം. പിന്നെ ചിന്തിക്കാതെ എനിക്കറിയാം അവൾ ഒറ്റ ഒരുത്തിയെ കാണണമെന്ന് പറയണം. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് കയറി വരുവാണ്. ഇഷിത അങ്ങോട്ട് കയറി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല മഞ്ജുമയ്ക്ക്. മഞ്ജുമ അങ്ങോട്ട് പാഞ്ഞു എന്നിട്ട് ചോദിച്ചു, എൻ്റെ കൈലാസേണ്ണ എവിടെയാടി? എൻ്റെ കൈലാസേണ്ണ നീ കൊന്നു തിന്നില്ലേ? എന്നാലും നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? എൻ്റെ കൈലാസേണ്ണ ജീവനെങ്കിലും നിനക്ക് തരാൻ മേലായിരുന്നോടി, നീ ഇത്രയൊക്കെ ശോഭകട അദ്ദേഹത്തിന് കാണിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിതയുടെ കഴുത്തിനങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുകയാണ്. സ്വപ്നവല്ലി പലതവണ വിടാൻ പറഞ്ഞിട്ട് വിട്ടില്ല. ഇഷിതയ്ക്ക് ശ്വാസം കിട്ടാതിരുന്നു. ഇവളെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് അവസാനം ഇഷിതേനെ എന്ത് ചെയ്യുവാണ്, തള്ളി അങ്ങോട്ട് വിടുവാണ്. ഇഷിത എടുത്തടിച്ച തറയിലേക്ക് അങ്ങോട്ട് വീഴുക. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് കൈലാസ് വരുന്നത്. ഒരു കാവടിയൊക്കെ പിടിച്ചോണ്ട് കൈലാസിന്റെ കാലിൻ്റെ വീട്ടിലേക്ക് ഇഷിത പോയി വീഴുന്നത്. ഇഷിത ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ കൈലാസ് സ്വപ്നവല്ലിയും മഞ്ജുമയും ഞെട്ടി നിൽക്കുകയാണ്. എന്താ സംഭവം നടത്തില്ല. ആ സമയത്ത് കൈലാസ് ആണെങ്കിൽ ഹരഹരോ ഹരഹര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മുരുകനാമം ചൊല്ലിക്കൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കയ്യിൽ കാവടിയൊക്കെ പിടിച്ച് കാവടി തുള്ളിയേ വരുന്നത്. ഈ സമയം സ്വപ്നവല്ലി മഞ്ജുമ ഇങ്ങനെ രൂക്ഷമായിട്ട് കൈലാസനെ തന്നെ നോക്കുക. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. മരിച്ചെന്ന് പറഞ്ഞിരുന്നിട്ടുള്ള ആളാണ്. ആ സമയം ഇഷിത ചോദിച്ചു, അല്ല മഞ്ജുമേച്ചി, ഇയാൾ മരിച്ചെന്നാണോ മഞ്ജുമേച്ചി എന്നോട് പറഞ്ഞേ? ഇയാൾ മരിച്ചതിൻ്റെ പേരിലാണല്ലോ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ. എന്നിട്ട് ഇയാൾ ജീവനോടെ ഇരിക്കുന്ന കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. മഞ്ജുമയുടെയും കൈലാസൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ഇഷിതയ്ക്ക് ഉറപ്പായി. കാരണം രണ്ടുപേരും കൂടെ ഒത്തോണ്ടുള്ള കളിയാന്ന് തോന്നേന്ന്. പിന്നീട് പെട്ടെന്ന് തന്നെ മഞ്ജു പറഞ്ഞു, കൈലാസേട്ട ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചേ? കൈലാസൻ ഇങ്ങോട്ടേക്ക് വരാതെ എങ്ങോട്ടാ പോയത്? ഞാൻ ആകപ്പാട് ടെൻഷൻ അടിച്ചായിരുന്നു. കൈലാസൻ ഇത് എവിടെയായിരുന്നൊക്കെ ചോദിക്കുകയാണ്. സ്വപ്നവല്ലി വന്നിട്ട് പറഞ്ഞു, എന്തായാലും മോനെ നീ ചെയ്ത് ഇച്ചിരി കൂടിപ്പോയിട്ടോ. നിനക്കാണെങ്കിൽ ഇവളോട് അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റിയിരുന്നോ? നീ ഇത് എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് മഹേഷും രാമനാഥനോട് കയറി വരുവാണ്. രാമനാഥനെ കണ്ടപ്പോഴത്തേനും സ്വപ്നവല്ലി ഓടിച്ചെന്ന് പറഞ്ഞു, രാമനോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ രാമനാഥൻ പറഞ്ഞു, അതെ കൈലാസിനെ ഞാനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ, പള്ളി വെച്ചാൽ കാണുന്നതെന്നൊക്കെ പറയണം. അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുകയോ ചെയ്തതെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ മഞ്ജു പറഞ്ഞു, അയ്യോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല, എൻ്റെ കൈലാസയുടെ പള്ളിക്കായിരുന്നു പോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം കൈലാസ് പറഞ്ഞു, അതെ ഇപ്പം ഞാൻ ഭക്തിയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ്. പിന്നീട് കൈലാസ് പറഞ്ഞു, അതെ ഞാൻ പൂജാമുറിയിലേക്കൊന്ന് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് മഹേഷും ഇഷിത എല്ലാവരും കൂടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം മഹേഷ് പറഞ്ഞ കൊള്ളാം, അയാൾ പുതിയ അവതാരമായിട്ട് വന്നത് എന്താണ് നന്നായി, ഇനിയിപ്പോൾ തല്ലു മേടിക്കണ്ടല്ലോ എന്ന് പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാണ്. സ്വപ്നവല്ലി പറഞ്ഞു, എടാ അവൻ നല്ല മാറ്റത്തിൻ്റെ പാതയിൽ കണ്ടില്ലേ, അവന് നല്ല വ്യത്യാസമുണ്ടെന്ന് പറയാണ്. പണ്ടത്തെ കൈലാസൊന്നും അല്ലെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇഷിത പറഞ്ഞു, പിന്നെ അതെ ഭയങ്കര മാറ്റം തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു
കാരണം മഞ്ജിമയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. താൻ കാണുന്ന സത്യമാണോ മിഥ്യയാണോ എന്നൊരു ചിന്ത പോലും മഞ്ജിമയുടെ ഉള്ളിലേക്ക് വരുവാണ്. പിന്നീട് എല്ലാവരുടെയും രാമനാഥൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ അവനെ കാണുന്നത് എവിടെ വെച്ചാണെന്നറിയോ? പളനി വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനോ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്, അവൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ. അതിന് ശേഷം അവൻ പറഞ്ഞു, എനിക്കെന്താണെങ്കിലും ഇനിയിപ്പോൾ തെറ്റിൻ്റെ പാത പിന്തുടരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കാവടി എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നേ. ഇപ്പം അവന് മുരുകന് നല്ല വിശ്വാസമുണ്ട്. സ്വപ്നം അവൻ പാവമാണ് എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, എല്ലാവരുടെയും മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് അയാൾക്ക് സാധിച്ചല്ലോ എന്ന് പറയണം. പെട്ടെന്ന് മഞ്ജു പറഞ്ഞു, എൻ്റെ കൈലാസേട്ടൻ നന്നായി നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് എനിക്കെന്താ കുഴപ്പമിരിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവ് നല്ലതാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കൊള്ളാം, അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് എന്തായത് കൊണ്ട് ഗുണമിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് രാമനാഥൻ പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട, അവൻ നന്നാവൻ തീരുമാനിച്ചു തന്നെയാന്ന് തോന്നേ, അല്ലെങ്കിൽ അവൻ വരുന്നില്ല എന്നും പറഞ്ഞിരുന്നാ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിട്ടിരുന്നുള്ള അച്ഛൻ പോയിക്കോളാൻ പറഞ്ഞൊക്കെയാ. പക്ഷേങ്കിൽ എനിക്ക് അവനെ അവിടെ വിട്ടിട്ട് വരാൻ തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവനെ കൈയോടെ ഞാൻ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം. പിന്നീട് കൈലാസ് നേരെ പൂജാമുറിലേക്ക് എന്നിങ്ങനെ പൂജകളൊക്കെ ചെയ്യണം. അപ്പോഴേക്കും സ്വപ്നവലി രാമനാഥനും മഞ്ജിമയും അങ്ങോട്ട് കയറി ചെന്നു. ഈ സമയത്ത് മഞ്ജു പറഞ്ഞു, കൈലാസേട്ടാന്ന് വിളിക്കുവാണ്. കൈലാസേണ്ണോ? കൈലാസ സ്വാമികൾ, ഞാൻ ഇനി മുതൽ അങ്ങനെയാന്ന് പറയണം. പിന്നെ ഇതേ പൂജാമുറിയിലേക്ക് കയറുമ്പോൾ വ്രതത്തോടും ശുദ്ധിയോടും കൂടി വേണം കയറാനായിട്ട്. ഈ പൂജാമുറി ആരും അശുദ്ധമാക്കരുതെന്നൊക്കെ പറയണം. അങ്ങനെ വലിയ തത്വങ്ങളും കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് ഒരു നിമിഷം ഒരു ഞെട്ടലോട് കൂടിയിട്ട് മഞ്ജിമ അവനെ നോക്കുവാണ്. പിന്നീട് അങ്ങനെ പൂജകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്വപ്നയിൽ പറഞ്ഞു, ഇപ്പം എനിക്ക് സമാധാനമായി. എൻ്റെ മോനും കൂടെ തിരികെ വന്നല്ലോ. എനിക്ക് ആ ടെൻഷനായിരുന്നു എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ട്. പാവം എൻ്റെ മോള് എത്രമാത്രം വിഷമിച്ചെന്നറിയാമെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൈലാസ് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ ഇനി എന്തായാലും ഇവിടെ കാണും, കൈലാസ സ്വാമികളായിട്ട് ഇവിടെ കാണുമെന്നൊക്കെ പറയണം. അങ്ങനെ അവരുടെ നെറ്റിയിലേക്കൊക്കെ ഇച്ചിരി ഭസ്മമൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. പിന്നീട് സ്വപ്നവലി രാമനാഥനും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും മഞ്ജിമ അവിടെ പോകാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം മഞ്ജിമയോട് പറഞ്ഞു, ഭവതി എന്തിനാ അവിടെ നിൽക്കുന്നത്? ഭവതി ആ കൂടെ അങ്ങോട്ട് പോയിക്കോളാൻ പറയാണ്. ഇതേ കൈലാസേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ഞാനിവിടെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. കൈലാസേട്ടൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് കെട്ടിപ്പിടിക്കണം കൈലാസേട്ടൻ ഒന്ന്, എൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാസിൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. അപ്പത്തേനും കൈലാസ് 2 അടി പിന്നോട്ട് പറയും. ഇതേ ഭവതി എന്താ കാണിക്കുന്നത്? എൻ്റെ ശരീരത്ത് തൊടലെന്ന് പറയണം. ശരീരത്ത് തൊടാതെ പിന്നെ എന്താ കൈലാസേട്ടൻ ചെയ്യുന്നത്? ശരീരത്ത് തൊടാതെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണമെന്ന് ചോദിക്കണം. അതേ ഭവതി അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു സ്വാമിയാന്ന് പറയണം. ഇത് എനിക്ക് പ്രതിശുദ്ധി വേണം. ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് ഞാൻ ആത്മീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ മഞ്ജു പറഞ്ഞു, ആത്മീയത ഒന്നും മിണ്ടാതെ പൊക്കണം. പിന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വേറെ ആരെങ്കിലും പോയി കെട്ടിപ്പിടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ഇതേ ഇത്ര നാളെ ഒരു കുഞ്ഞു പോലും ഇല്ല കേട്ടോ. ഒരു കുഞ്ഞെന്നുള്ള പ്രതീക്ഷ എൻ്റെ തകർന്നു പോകുമെന്ന് പറയാം. അത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു, ആ കാര്യം ഓർത്ത് പേടിക്കേണ്ട, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറയാം. എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവുന്ന? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവാനാ നീ ചോദിക്കുകയാണ്. ഇത് കേട്ടിഞ്ഞപ്പോൾ കൈലാസ് പറഞ്ഞു, അതെ ദിവ്യഗർഭം നടക്കുമെന്ന് പറയാണ്. ദിവ്യഗർഭമോ? ആഹാ കൊള്ളാം. അതിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ദിവ്യഗർഭം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛനാരായിരിക്കും? അതിൻ്റെ അച്ഛൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ ഇതേ മിണ്ടായിരുന്നോണം, എൻ്റെ കയ്യിൽ നിന്നുള്ള കൂടെ മേടിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും കുറച്ച് മന്ത്രങ്ങൾ ഉരുവിടുന്ന പോലെ കൈലാസ് അവിടെ നിന്ന് ഉരുവിടുകയാണ്. അപ്പോഴേക്കും മഞ്ജിമ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അല്ല കൈലാസേട്ടൻ ഇതൊക്കെ എവിടുന്നാ പഠിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു, ഞാൻ പഠിച്ചൊന്നുമല്ല, എൻ്റെ അകത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഞാൻ പണ്ടത്തെ പോലെയൊന്നും അല്ല, എനിക്ക് സിദ്ധി കുറച്ച് കൂടുതലാന്ന് പറയണം. ഒരു നിമിഷം മഞ്ജിമയ്ക്ക് പോലും അന്താളിപ്പുണ്ടായി. ഇത് എന്താ പറയണേ? ചിലപ്പോൾ തോന്നി ശരിയാന്നുള്ള കാര്യം എന്നൊക്കെ തോന്നും. കൈലാസിനെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയാണ് മഞ്ജിമ. ആ സമയം മുറിയിലേക്ക് വന്നിട്ട് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇഷിതയ്ക്കും മഹേഷിനും. ഇഷിത പറഞ്ഞു, എന്നാലും ഇങ്ങനെ ഒരു രൂപമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല മഹേഷ് എന്ന് പറയാം. മഹേഷ് പറഞ്ഞു, അയാൾ വരുമെന്നറിയായിരുന്നു, പക്ഷേ ഇങ്ങനെ മാറിയിട്ട് വരുമെന്ന് മനസ്സിലായില്ല. ആൾക്കാരുടെ എല്ലാം കണ്ണി പൊടിയിടാനായിട്ട് ഈ പറയുന്ന മഞ്ജുമേച്ചിയുടെ അമ്മയുടെ കണ്ണി പൊടിയിടാൻ പറ്റും, പക്ഷെ നമ്മളെ തകർക്കാനായിട്ട് അയാൾക്ക് സാധിക്കില്ല എന്ന് പറയണം. മഹേഷ് പറഞ്ഞു, നോക്കട്ടെ എത്രത്തോളം വരെ പോകുന്ന നോക്കട്ടെ, തൽക്കാലത്തേക്ക് നീ ഒന്ന് സൂക്ഷിക്കുന്നല്ല, അറിയാലോ അയാൾ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണെന്ന് പറയണം. ഇഷ്ടത പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കി കണ്ട് നിന്നോളാന്ന് പറയണം. അപ്പോഴേക്കാണ് ആഷിതയുടെ കോൾ വരുന്നത്. ഇതേ ആഷിതേച്ച് വിളിക്കുന്നുണ്ടെന്ന് പറയാം, എന്നാൽ നീ കോൾ എടുക്കാൻ പറയണം. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആഷിത പറഞ്ഞു, എങ്ങനെയായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ കൈലാസ് വന്നിട്ടുണ്ടെന്ന് പറയണം. വന്നോ? ആ അതെ വന്നെന്ന് പറയണം. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. അയാൾ വേഷം മാറി വന്നേക്കുന്ന എല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആഷിത പറഞ്ഞു, എന്തായാലും നന്നായി, കൃത്യസമയത്തിനായി അയാൾ വന്നത്. ഇവിടെയാണെങ്കിൽ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു പറയാണ്. പ്രശ്നമോ? അതെ, കൈലാസിനെ കാണാനില്ലെന്നുള്ള കാര്യം ഇവിടെ അറിയാലോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും ഈ പറയുന്ന ഈശ്വരേഷനാണെങ്കിലും കൈലാസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കയ്യിലില്ല.
കാരണം അയാളെ അങ്ങനെ അധികം കണ്ടിട്ടില്ലോ. അങ്ങനെ ആ ഫോട്ടോസ് ഒന്നും കൈ കിട്ടുവാണെങ്കിൽ അത് വെച്ചുള്ള വലിയ പ്രകടനം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക. കൈലാസിനെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും നീ ഇപ്പോൾ വിളിച്ച് നന്നായെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടത്തിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ആഷിത പറഞ്ഞു, ഇത് മോളെ നീ സൂക്ഷിക്കണം കേട്ടോ, അയാൾ അങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ ദുഷ്ടനാന്ന് പറയാം. അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അയാൾ ഇനി എൻ്റെ അടുത്തേക്ക് പോലും വരത്തില്ല, അയാൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയാണ്. ആ സമയത്ത് ആഷിത പറഞ്ഞു, അതെ ഇവിടുത്തെ കാര്യം അറിയാലോ നിനക്ക്, ഇതറിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ടത്ത് പറഞ്ഞു, സാരമില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഇനി എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ടാണ് ഞാൻ ഇരിക്കണേന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.